പ്രചാരണ തിരക്കിൽ തന്നെയാണ്. ഇന്ന് കോഴിക്കോട് സൗത്ത്, അതിനുശേഷം കുന്നമംഗലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണം നടക്കുക. കരീംക, പ്രചാരണം 3ാം ഘട്ടം നടക്കുന്നു. എങ്ങനെയുണ്ട് പൊതുവെ ഒരു സ്വീകരണം, ആളുകളുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? നല്ല പ്രതികരണമാണ്. ഇവിടെ തന്നെ ഈ വീടുകൾക്ക് ഇടയിൽ രാവിലെ ഇത്രയധികം ആളുകൾ ഒന്നിച്ചു കൂടുക എന്നത് അവരുടെ ഒരു ആവേശത്തിൻ്റെ ലക്ഷണമാണ്. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി ഉണ്ടാവണമെന്ന് പൊതുവിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. 2 കാരണങ്ങളാലാണ്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദാരവൽക്കരണ വർഗീയവൽക്കരണ നയങ്ങളെ എതിർക്കുന്നവരായിരിക്കണം കേരളത്തിൻ്റെ പ്രതിനിധികൾ. 2, കേരള സംസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരായിരിക്കണം കേരളത്തിൻ്റെ പ്രതിനിധികൾ, MP മാർ. ഇത് രണ്ടിനും കൊള്ളാത്തവരാണ് കോൺഗ്രസ് എന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും കേരളത്തിൻ്റെ പ്രശ്നം ലോക്സഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കാൻ UDF MP മാർ തയ്യാറായിട്ടില്ല, കേരളത്തിനൊപ്പം നിന്നില്ല എന്നതാണ്. അത് ജനങ്ങൾക്കുൾപ്പെടെ ബോധ്യപ്പെട്ടതാണ്. ആ പ്രതികരണം തന്നെയാണോ ആളുകളിൽ നിന്ന് കൂടി ലഭിക്കുന്നത്? തീർച്ചയായിട്ടും അവർ കേരള ഗവൺമെൻറ്റിനെ പരിഹസിക്കുന്ന പ്രസംഗമാണ് അവിടെ നടത്തുക. അവിടെ സബ്മിഷൻ അവതരിപ്പിക്കുന്നത് കേരളത്തിനെതിരായിട്ടാണ്. കേന്ദ്ര നയങ്ങളെ അവർ ഒരിക്കലും എതിർക്കാറില്ല. കേന്ദ്ര നയത്തിനെതിരായ പ്രക്ഷോഭത്തിലും അവർ പലപ്പോഴും ഉണ്ടാവാറില്ല. പൗരത്വ ഭേദഗതി ഉൾപ്പെടെ സജീവമായി ചർച്ചയായ സമയം കൂടിയാണ്. ഒരു വിഭാഗം ജനങ്ങൾ വലിയ ആശങ്കയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അത് തന്നെ ആയിരിക്കില്ലേ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മൾ മുൻപോട്ട് വെക്കുന്ന ഏറ്റവും വലിയ? ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉദാരവൽക്കരണ നയങ്ങളും ഫാസിസ്റ്റ് നിലപാടുകൾക്കും എതിരാണ് ഈ തെരഞ്ഞെടുപ്പ്. സാമ്പത്തിക രംഗത്ത് അവർ സ്വീകരിക്കുന്ന ഉദാരവൽക്കരണ നയങ്ങൾ ജനങ്ങളെ ആകെ കഷ്ടപ്പാടിലാക്കുന്നുണ്ട്. അതോടൊപ്പം രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷ ഘടനയെ തകർക്കുന്ന, ഭരണഘടനയെ തകർക്കുന്ന RSS നിലപാട് അത് വളരെ ഗുരുതരമായി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ മതേതരത്വം നിലനിൽക്കണം, അതിനൊപ്പം കേരളത്തിൻ്റെ ശബ്ദമായി മാറും, പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ ശബ്ദമായി ലോക്സഭയിൽ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം തന്നെ ഉണ്ടല്ലേ? അതെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ, മതനിരപേക്ഷ വിരുദ്ധമായ നയങ്ങളെ എതിർക്കുക, സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുക, അതോടൊപ്പം ഈ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും, അതിന് ഇവിടുത്തെ ജനപ്രതിനിധികൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവരൊക്കെ ആയി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ രൂപീകരിച്ച് ഒരു വലിയ പ്രസ്ഥാനമാക്കി ഉയർത്തുക, ഇതൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായും, വളരെ നന്ദി. ഏതായാലും ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളും, അതിനൊപ്പം കേരളത്തിൻ്റെ ശബ്ദമായി മാറും, കോഴിക്കോടിനു വേണ്ടി എല്ലാ പ്രവർത്തനവും നടത്തും എന്നത് തന്നെയാണ് എളമരം കരീം വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘ മാധവൻ, കോഴിക്കോട്.